ഹൃദയങ്ങളെയും സ്പർശിക്കുന്ന ഒരു പ്രെയർ പ്രോജക്റ്റ്, പ്രാർത്ഥനാ പദ്ധതി. അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയുന്നത്. ഏതാണ്ട് ഒരേ പ്രിൻസിപ്പൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള 2 സാക്ഷ്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ്. അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മിനി സെലസ്റ്റിൻ ആരൂർ. ഇനി ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദെൻ റിയാലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അവരുടെ സഫറിങ് സ്റ്റാറ്റസ് എന്തായിരുന്നു. ഇപ്പോൾ മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വാസകോശ രോഗമാണ്. അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ. അത് മാറാത്ത ഒരു മാരകമായ ഒരു ശ്വാസകോശ രോഗം. അതാണ് മിനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് മിനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം, ഹസ്ബൻഡ് മരിച്ചു പോയാൽ പിന്നെ 2 മക്കളുണ്ട്, അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് ഒരു അമ്മയെന്ന നിലയിൽ രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം. മൂത്ത മകന് ഓരോരുത്തരും എത്തിയിട്ടില്ല. രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ ഈ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു ഐഡിയ ഇല്ല. ആശങ്കയുണ്ട്, പക്ഷെ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല. ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ. ഇനി അപ്പം ഒരു 3 ഡീമെറിറ്റ്സ് അവർക്കുള്ളത്. ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ്റ്റ് പറയണത് അവർക്ക് ഇതുപോലെ 3 ഡീമെറിറ്റ്സ് ഉണ്ട്. അവരുടെ ഒന്നാമത്തെ ഡീമെറിറ്റ്സ്, അവരൊരു സ്റ്റുഡൻ്റാണ്, വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്, ഒരു യുവതിയാണ്. പലരെയും പോലെ OET ആണ് അവളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത്, ചാടിക്കടക്കേണ്ട OET ആണ്. പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല. OET അവർ ഒരു സ്കൂളിൽ പിള്ളേരെ OET പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ തന്നെ മാനേജർ, ഹെഡ് മിസ്ട്രസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്, അലീഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പുവറാണ്, അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. പരീക്ഷയ്ക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ് മിസ്ട്രസ് പറയുന്ന കമൻ്റാണ്, നീ OET എഴുതാതിരിക്കുന്നതാണ് നല്ലത്, എല്ലാ കാര്യം നിനക്കില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? 0 ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ അലീഷയുടെ ഒരു വിഷയം എന്ന് പറയണത്, രണ്ടാമത് അവൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയണത്, അപ്പനും അമ്മയും വയസ്സാണ്. അവൾക്ക് 27 വയസ്സുണ്ട്, അപ്പനും അമ്മയും വയസ്സാണ്. അത് നിസ്സാര കാര്യമല്ലല്ലോ. ഇനി അപ്പനും അമ്മയുടെക്കൊന്ന് ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുടുംബം മുഴുവൻ തൻ്റെ മുതുകത്തിരിക്കുകയാണ്. അപ്പോൾ നിസ്സാര കാര്യമല്ലത്. അവളുടെ മുതുകത്താണ് ഈ കുടുംബം മുഴുവനും, അപ്പനും അമ്മയും അവരുടെ ചെലവും ഇവളുടെ ഭാവിയും ഇവളുടെ വിവാഹം എല്ലാം ഈ 27 വയസ്സുകാരത്തിന് മുമ്പിലിരിക്കുകയാണ്. അവൾക്ക് മുമ്പിലുള്ള കടമ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഭാഷയില്ല. ഭാഷയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല. പക്ഷേ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, ജീവിക്കണ്ടേ? അതാണ് അവളുടെ പ്രശ്നം. മൂന്നാമത്തെ അവളുടെ പ്രശ്നം എന്ന് പറയണത്, അതായത് OETയുടെ ഒരു പ്രോബ്ലം, നമുക്കൊരു 35% മാർക്ക്, ഇപ്പോൾ 35 പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ OETയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും.
പക്ഷേ ഇവൾ പലപ്പോഴും 20 പോയിൻ്റ് ഇവർക്ക് കിട്ടത്തുള്ളൂ. 20 പോയിൻ്റ് കാര്യത്തിൽ മാക്സിമം 25 പോയിൻ്റ് കിട്ടും. അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ടുപോയി 36,000 രൂപ ഒയിറ്റിക്ക് കൊണ്ട് മുടക്കിയ ആ ഉള്ള കാശും പോകും. അപ്പോൾ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ ഇവരുടെ ഒരു 2 പേരുടെയും, ഇപ്പം മിനി വർഗീസിൻ്റെയും മിനി സെലസ്റ്റിൻ്റെയും അലിഷ വർഗീസിൻ്റെയും ഈ ജീവിത അനുഭവങ്ങൾ, ഇവരുടെ സിറ്റുവേഷൻ ഇതാണ്. ഇവർ 2 പേരും ഒരു സിങ്കിങ് മൂഡിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ നിലവിൽ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ച് തീർക്കണം. ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരണത്. കവനൻ്റ് മെൻറ്റർമാർ ഒരു വലിയ ഇവാഞ്ചലിസ്റ്റുകളാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളിവിടേക്ക് മാതാവിൻ്റെ തിരുസന്നിധിയെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെൻറ്റർമാരുണ്ട്. അവരോർത്ത് നമുക്ക് നിങ്ങളെ കവനൻ്റിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, മഹത്വം, ആരാധന. അതിന് അലിഷ ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അവർ പദ്ധതിയിലേക്ക് ക്രമീകരിച്ച് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജീവിതം ആസ്വദിച്ചാണ് സെറ്റ് ചെയ്യണത്, അല്ല ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗമല്ല സെറ്റ് ചെയ്യണത്. ജീവിതം ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതം ആസറ്റിലേക്ക് ചെയ്തു വരണത് സമ്പൂർണ്ണതയിൽ ആ വ്യക്തിയുടെ എല്ലാ ജീവിതം മനുഷ്യരായിട്ട് മുന്നോട്ട് പോയാൽ ഉടമ്പടി ക്രാക്കാകത്തില്ല. കാര്യം ഇതിനകത്ത് ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ, ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും 3 ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഒന്ന് പ്രാർത്ഥനാ ജീവിതം, എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക. അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് വളരെ സെലക്റ്റീവ് പ്രെയർ ഇവിടുന്ന് തരും. സെലക്റ്റീവ് പ്രെയർ, അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു 3 ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രെയറാണ് ഇവിടുന്ന് തരണത്. പ്രെയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലണതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത്. അപ്പോൾ 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമയഘടികൾ നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള
ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് 2004 തൊട്ട് 6 തൊട്ട് 6-ലാണത് പ്രകടമാണ്. അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് 2006-ലാണ്. 2004 സുനാമിക്ക് ശേഷം, സുനാമിക്ക് ഒരു മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കണം. അപ്പോൾ ഡിസംബർ 7-ാം തീയതി പറഞ്ഞു, 26-ാം തീയതി സുനാമി ഉണ്ടായി. സീസണെല്ലാം പോയിരിക്കണിപ്പോൾ. അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ട്. ഈ മഹാവിഷയത്തെ ലോകത്തിൽ ആദ്യമായിട്ടും സഭയോട് പറയണത് കൃപാസനം മാതാവാണ്. അതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കണ പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുക, മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി മാതാവ് നിൽക്കണത്, പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു. ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത്. പ്രാർത്ഥിക്കണം. കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുമാരമേഘങ്ങളുണ്ടായ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരണത്. ഉടമ്പടിയാകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം കേട്ടെങ്കിൽ കേട്ട്, കേട്ടില്ലേ കേട്ടില്ല. ആംബിഗസാണ്, ഹൈപ്പോത്തസിസാണ്, ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന്. പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം വ്യക്തിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തിയെ ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും. നിർബന്ധപൂർവ്വമുള്ള റീഫോർമാറ്റ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഉടമ്പടിയുടെ ലക്ഷ്യം ദൈവം ഇപ്പം തന്നെ അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ട്. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി ചെയ്തപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും പെട്ടെന്ന് മകന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ച് കയറിയതും എങ്ങനെയാണെന്ന് മിനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീഷ പറയുന്നത്, എൻ്റെ അപ്പനമ്മയും പ്രായമാണ്, എനിക്ക് 27 വയസ്സാണ്, എനിക്ക് ഭാഷ അറിയാൻ പാടില്ല, എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു, പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് അവൾ എഴുതിയത്, അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത്, എങ്ങനെ എഴുതിയപ്പോൾ അവൾ ഒറ്റയടിക്ക് ജയിച്ചത്? കാര്യം ഭാഷ അറിയുന്നവർ പോലും 10 പ്രാവശ്യം പോയിട്ട് എഴുതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഭാഷ അറിയാത്ത പലരും എഴുതണ്ടെന്ന് പറഞ്ഞത് പൈസ പോകുമെന്ന് പറഞ്ഞിട്ട് അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുന്നുണ്ട്. അതായത് എഴുതാൻ പോയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ പോയി, വേറെ ആരും ഒന്നും നോക്കിയില്ല. എനിക്ക് എന്നെക്കുറിച്ചറിയാം, ഞാനൊരു ബിഗ് സീറോയാണ്, പക്ഷേ ഞാൻ അമ്മയെ മാത്രം കണ്ടു. ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല, ബൈ പേഴ്സൺ ആയിട്ട് പ്രസൻ്റ് ആകും. ഇത് ആണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദൈവം ഇതിൻ്റെ അകത്ത് ബൈ പേഴ്സൺ പ്രസൻ്റാണ്. അതാണ് അലീഷ പറയണത്. ഞാൻ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, ഞാൻ വാപ്പൊളിക്കാൻ എനിക്ക് പേടിയാണ്. എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആയിപ്പോകും, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആ പോലെ മിണ്ടാതിരിക്കും. പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ പൊളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. പിന്നെ ആരോ ഇരുന്നുകൊണ്ട് അത് പറ ഇത് പറ അത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നു. ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 വരി എഴുതിയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അമ്മ പറഞ്ഞു, റോങ് സ്റ്റോപ്പ് റൈറ്റിംഗ്. ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയണേ, നീ എഴുതാൻ ഒക്കെ തെറ്റാണ്, നീ ഒന്ന് റീഡ് ചെയ്തേ, ഒന്ന് എഴുതി വായിച്ച്. അപ്പം ഞാൻ 2ാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു. ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതിയെന്ന് പറയും. അപ്പം എല്ലാം ആരോ പറഞ്ഞു തരുന്നു, ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു.
ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു. അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയും ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ, അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും. അതാണ് വിഷയം. ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ? അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സ്റ്റാറിൻ്റെ ഫിലിം സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റാക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യുന്നത്. അയാളുടെ എക്സ്പെർട്ടാണ് അതിൻ്റെ അകത്ത്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസ് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ അഭ്യാസവും അടിതള പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തുന്ന എല്ലാം ഡ്യൂപ്പായിരിക്കും, എക്സ്പെർട്ടായിരിക്കും. ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പുണ്ട് എപ്പോഴും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇവർ മാത്രമല്ല, സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ പറയും. ഒരാളുണ്ടായിരുന്നു ഇപ്പം തന്നെ നേരത്തെ ഒരു സ്വാതികൃഷ്ണ എന്ന് പറഞ്ഞ സാക്ഷ്യം ഇന്നലെ സ്വാതികൃഷ്ണയുടെ സാക്ഷ്യം ഉണ്ടായി. സ്വാതികൃഷ്ണ ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. സ്വാതികൃഷ്ണയ്ക്ക് ഒത്തിരി സാമ്പത്തിക പ്രോബ്ലമാണ്. കാര്യം വെച്ചാൽ അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം, പക്ഷേ സ്ഥലമില്ല. പിന്നെ ഉള്ള സ്ഥലം 3 സെൻറ്റാണ്. അത് വീടും സ്ഥലവും കൂടി കൊടുത്താൽ 3 ലക്ഷം രൂപയെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. പക്ഷേ സ്വാതികൃഷ്ണയുടെ ഒരു അവസ്ഥ എന്ന് പറയണത് ഇതുപോലെ തന്നെയാണ്. അതായത് മാതാപിതാക്കന്മാർ സിക്കോ മറ്റെയാണ്, അവൾക്കിത് പറ്റാത്ത ഒരു ജോലിയാണ്. പക്ഷേ ഇത് അല്ലാതെ വേറെ ഒരു കാര്യം അവർക്കില്ല. അപ്പം അങ്ങനെ സാമ്പത്തികമായ തകർച്ചയാണ്. ഇപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ സ്വാതികൃഷ്ണ പറയുന്നത്, ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ ഒരു 5 പൈസ മുമ്പിൽ കാണുന്നില്ലല്ലോ, 5 പൈസയുടെ ഒരു വരുമാന മാർഗവും കാണുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന എൻ്റെ മുറിയിലോട്ട് വരുന്ന അതാണ് പേഴ്സൺ പറഞ്ഞ കണ്ടില്ലേ. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവളുടെ മനസ്സിൽ തോന്നി, നീ വെളുപ്പിനെ അടഞ്ഞു കിടക്കുന്ന വാതിലല്ലേ, വാതിൽ തുറക്കാൻ പറഞ്ഞ്. ഉടനെ സ്വാതി വന്ന് പ്രാർത്ഥനയിൽ വാതിൽ തുറക്കുമ്പോൾ ഈ സ്മെല്ല് വല്ലാണ്ട് അങ്ങോട്ട് മുറിയിലോട്ട് കയറി വരും. അപ്പം അമ്മ കയറി വരണതാണ് അതായത് ഇത് ഇങ്ങനെ അതായത് ഈ പ്രസൻസ് നിങ്ങൾ ഉടമ്പടി ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ്. കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ്. വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും. ആർക്ക് ഓഫ് ദി കവനൻ്റ്, ദൈവം നിങ്ങളിൽ വസിക്കും. ഈ ദൈവം നിങ്ങളിൽ വസിക്കുന്ന അനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കണതും. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഈ പ്രസൻസാണ്. പക്ഷെ പ്രസൻസിന് എപ്പോഴും വേണ്ടത്, ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും, നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ. വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. വിസ വരുന്നതിന് മുമ്പ് സ്വാതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാതിയുടെ പ്രശ്നം പണമാണ്. പണം കിട്ടാനുള്ള മാർഗവും ഇല്ല, അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നയാൾ തരും ഇന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കാമെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ.
പണത്തെക്കുറിച്ച് സ്വാതിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല. അതാണ് സീറോ മൈനസ് എന്ന് പറയണത്. പിന്നെ ആകെപ്പാടെയുള്ള അവലംബം എന്ന് പറയണത് അമ്മയാണ്. ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അവൾക്ക് ഉടനെ വേണ്ടത് 2 ലക്ഷം രൂപയാണ്. ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ 2 രൂപയുടെ തുട്ട് കിടക്കും. ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല. 2 രൂപയുടെ തുട്ട് മടി കിടക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയുന്നൊരു ആംഗിളിലല്ല ഉടമ്പടി പോണത്. ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ്. അപ്പോൾ സ്വാതിക്ക് ഉടനെ മനസ്സിൽ തോന്നും, ഈ 2 രൂപ ആരാകൻ്റെ മടി കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ അവൾ 2 രൂപ എടുത്തിട്ട് ടോസ് ഇടും എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല, 5 പൈസ കിട്ടാനും തരവില്ല, ആരോട് ചോദിക്കുമെന്നുള്ളൊരു ഐഡിയയും ഇല്ല, ഞാനിങ്ങനെ ഒരു ബിഗ് സീറോ അല്ലേ, അമ്മേ സത്യം പറ, ഞാൻ പോകുക ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമെന്ന് പറയും. അതാണ് ടോസ് വീഴും. അപ്പോൾ അതും പിടിച്ചോണ്ട് അവൾ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും. ആൻറ്റി വിളിച്ചിട്ട് ഈ 2 ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോകും. അത് ഇത് ഭയങ്കര രസം. ആ സാക്ഷി ഇന്നാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാഞ്ചിബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത്, മെറ്റീരിയൽ എവിഡൻസോടുകൂടി. അല്ല, ഒരു സ്പിരിച്വൽ എവിഡൻസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിലെ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും, ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, കൈകൾ നെഞ്ചത്ത്, ഇടത് കൈ നെഞ്ചത്ത്, വലത് കൈ ശിരസ്സിന് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓൺലൈനിലുള്ള എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ്. ഈ പ്രാർത്ഥന ഏത് കാലത്ത് കേട്ടാലും അതുപോലെ ചെയ്യണം. ഉടമ്പടി ധ്യാനം വചനാധിഷ്ഠിതവും ഉടമ്പടി അടിസ്ഥാനപരമായത് കാരണം ഏത് കാലത്തും വർക്കൗട്ട് ചെയ്യരുത്. നീ അതിൽ വിശ്വാസവും ദൈവസ്നേഹവും അർപ്പിച്ചാൽ മതി.
രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ. അങ്ങനെ ഉന്നതമായ കരബലത്താൽ അടയാളം കാണിക്കണമേ. കർത്താവ്, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമുറുമാർന്ന വലതുകരം അണിപ്രദാർന്ന അത്ഭുതകരം വെക്കണമേ. അപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കണമേ. അപ്പാ, എല്ലാ മക്കളും, തളർന്നു പോയ മക്കള്, വാടിപ്പോയ മക്കള്, ആറിപ്പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ, അടുപ്പിട പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ. എല്ലാ ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഒരുമിച്ച് സദയം തുടരണേ, സുഖമായി എൻ്റെ ഉള്ളം. കൈകൾ കൂപ്പുക. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭാശയത്തിൽ തകരാറുള്ള മക്കള്, സിസ്റ്റുള്ള മക്കള്, ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കള്, ഗർഭസംബന്ധമായ അരിഷ്ടതകളിലൂടെ പോകുന്നവരെ, അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്ന സമയമാണ്. വ്യത്യസ്തമായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവര്, അവരെല്ലാം പരിശുദ്ധ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവര്, കയറിപ്പോരേണ്ടി വരണവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, ജപ്തി നടപടിക്കാര്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, ഭവനരഹിതര്, കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവര്, പിരിഞ്ഞു പോകുന്നവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, വിവാഹത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവര് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ തിരുമുറുമാർന്ന, നിൻ്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ, കരുണ കാട്ടണമേ. നിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് കരുണ കാട്ടണമേ. നിൻ്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. നിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുടേ